ക്രിസ്തയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം കൂടി ക്രിസ്തീയ സാക്ഷിത്വം എന്ന പരമ്പരയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ പോകുന്നതായ വിഷയം ജന്മ അവകാശം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. തിരുസന്നിധിയിലായിരിക്കാനും തിരുവചനത്തെ ധ്യാനിപ്പാനും ഒരവസരം കൂടി തന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവാൽ അടിയങ്ങളെ നയിക്കുകയും നടത്തുകയും ചെയ്യണമെന്ന് യേശുവിൽ കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്രിസ്തീയ സാക്ഷിത്വം എന്ന വിഷയത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ പോകുന്നതായ വിഷയം നമ്മുടെ അവകാശം, ജ്യേഷ്ഠ അവകാശം, ജന്മ അവകാശം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതേ, നമുക്കറിയാം തിരുവചനത്തിൽ നാം 2 പത്രോസ് 1:4 ഇപ്രകാരം വായിക്കുന്നു: അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദാനങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാൻ ഇടവരുന്നു. അതായത് ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ 2 തരത്തിൽ നമുക്ക് തിരിപ്പാൻ സാധിക്കും. അതായത് നമുക്കറിയാം, ക്രിസ്തീയമായിട്ട് വിശ്വാസികളായിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ വിശ്വാസമില്ലാത്തവരുണ്ട്. എന്നാൽ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ ആത്മീയരായിട്ടുള്ള മനുഷ്യരിൽ തന്നെ 2 തരത്തിലുള്ള ആൾക്കാരെ കാണുവാനൊക്കെ സാധിക്കും. അതായത് ലോകത്തിലെ കാര്യങ്ങളൊക്കെയും കണ്ട് അതിനായിട്ട് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ വേറൊരു വശത്ത്, അതായത് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നതായ വ്യക്തികളുണ്ട്. നമുക്ക് അറിയാം, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പല ഉപമകൾ അവരോട് പറയുകയുണ്ടായി, ശിഷ്യന്മാരോടായിട്ടും തൻ്റെ കേൾവിക്കാരോടായിട്ടും. എന്നാൽ അതിൽ ഒരു ഉപമയെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:45-46 വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. അപ്പോൾ വിലയേറിയതായ ഒരു മുത്ത് കണ്ടെത്തുന്നത് പോലുള്ള ഒരു വ്യക്തികളെയാണ് ഇന്ന് പ്രകീർത്തിക്കുവാനൊക്കെ, അതായത് ക്രിസ്തീയ ജന്മ അവകാശം ലഭിച്ചതായ വ്യക്തികൾ എന്ന് നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. അവരെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഫിലിപ്പിയർ ലേഖനം 3:7-8 വാക്യങ്ങൾ ഞാൻ പ്രകാരം വായിക്കുന്നു: എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. അപ്പോൾ ഈ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതായ അപ്പോസ്തലനായ പൗലോസിനെ പോലുള്ളതായ ഒരു സമൂഹമുണ്ട്. എന്നാൽ ക്രിസ്തീയ വിശ്വാസനെ ആയിരിക്കെ അതിലൂടെ എന്തെല്ലാം നേടാമോ അത് നേടുവാൻ തക്കവണ്ണം പരിശ്രമിക്കുന്ന വ്യക്തികളുമുണ്ട്. എന്നാൽ പഴയ നിയമത്തിലുള്ളതായ ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. നമുക്കറിയാം, ആദ്യ മാതാപിതാക്കൾക്ക് അവരുടെ പരമ്പരയിൽപ്പെട്ട അതേ വ്യക്തികളുടെ ജീവിതത്തിൽ ഏശാവ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഏശാവ് എങ്ങനെയുള്ളവനായിരുന്നു? ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കിയതായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അതേസമയം തന്നെ തൻ്റെ സഹോദരനായ യാക്കോബ് ആകട്ടെ താൻ എല്ലാ കാര്യത്തിലും ദൈവത്തോട് അടുത്തു ജീവിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. അപ്പോൾ ഏശാവിനും യാക്കോബിനും അവരുടെ ജീവിതത്തിന് അതിൻ്റേതായ വ്യത്യാസമുണ്ടായിരുന്നു. ഏശാവ് തൻ്റെ സമയം കൂടുതലും ചെലവഴിച്ചതിന് വേണ്ടിയാണ് വന്യമൃഗത്തെ പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വേട്ടയാടുന്നതിന് വേണ്ടതായ താല്പര്യത്തിലായിരുന്നു. എന്നാൽ യാക്കോബ് ആകട്ടെ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അവൻ ആടുകളെ മേയ്ക്കുന്നതിനും ദൈവമായി കൂടുതൽ അടുക്കുന്നതിനും അങ്ങനെയുള്ളതായ ഒരു ജീവിതമായിരുന്നു. അതിനാൽ അതിനെക്കുറിച്ച് പുതിയ നിയമത്തിലുള്ള ഒരു ഉദ്ധരണി അല്ലെങ്കിൽ ഒരു ഉപമ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ ഒരു വലിയ ധനവാനായ മനുഷ്യനെക്കുറിച്ച് പറയുന്ന ഉപമ ലൂക്കോസിന് സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലുണ്ട്. അവിടെ പറയുന്നത്, ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു, അവൻ ഏറെ അധികമായ ഭണ്ഡാരമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അവൻ പ്രകാരം പറയണം: എന്നിട്ട് എന്നോടുകൂടി നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുക്കൾ സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആസ്വദിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയുന്ന പ്രവണതയുള്ളതായ ആ ധനവാനായ കൃഷിക്കാരനെ കുറിച്ചുള്ള ഉപമ അവിടെ ചിത്രീകരിക്കുന്ന മറ്റൊന്നുമല്ല, 2 തരത്തിലുള്ളതായ മനുഷ്യ സമൂഹത്തെക്കുറിച്ച് ഇവിടെ നാം കാണുകയാണ്. നമുക്കറിയാം, ചിലർ വളരെ ആഡംബര സമ്പന്നരായിട്ട് നല്ല വിരിച്ച മേശമേലിരുന്നു കൊണ്ട് അവരുടെ ബിസിനസ്സുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവർ വളരെയധികം ലൗകികമായിട്ട് ജീവിക്കുകയാണ്.
എന്നാൽ അതേപോലെ തന്നെ വേറൊരു സമൂഹം അവരെ ക്രിസ്തീയ വിശ്വാസത്തിൽ സുവിശേഷത്തിൻ്റെ പ്രചരണത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനൊക്കെ അവരും ഉത്സുകരായിട്ട് ജീവിക്കുന്നതായ കാഴ്ചപ്പാടാണ്. ഇവിടെ യാക്കോബ് അപ്പോസ്തലന് 4-ാമത്തെ അധ്യായത്തിൽ 13-14 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. അപ്പോൾ മനുഷ്യ ജീവിതം അത് വളരെ തുച്ഛമാണ്, അത് അധിക നാൾ നിലനിൽക്കുകയില്ല. എന്നാൽ ദൈവികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് നാം തിരുവനന്തപുരത്തിൽ വായിക്കുന്നുണ്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ 18-20 വരെയുള്ള വാക്കുകൾ വായിക്കുന്നുണ്ട്. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലായിടത്തും പോവാൻ തക്കവണ്ണം ആജ്ഞാപിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി ആ കൽപ്പന കേട്ടുകൊണ്ട് അത് നിവർത്തിപ്പാൻ തക്കവണ്ണം പുറപ്പെടുന്നതായ വ്യക്തികളുമുണ്ട്. അപ്പോൾ ഈ അന്തരം, അതായത് ഒന്ന് ലോകത്തിന് വേണ്ടി ജീവിക്കുക, മറ്റൊന്ന് ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, അങ്ങനെയുള്ള ജീവിക്കുന്നതായ വ്യക്തികളുടെ അവകാശം, ജന്മ അവകാശം എന്താണ് എന്ന് നാം ഓർക്കുക. അതിന് മകളുടെ ഉദാഹരണമായിട്ടാണ് ഏശാവിനെ കുറിച്ച് നാം ആദ്യമായിട്ട് ചിന്തിച്ചത്. അതായത് ഏശാവ്, അതിനെക്കുറിച്ച് എബ്രായ ലേഖനം 12-16-17 വാക്യങ്ങൾ പറയുന്നത്, ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പീൻ, കരുതിക്കൊള്ളുവീൻ. അവൻ പിന്നത്തതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചു, എന്നാൽ തൻ്റെ അപേക്ഷ തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇടം കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഭൗമിക ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ അവകാശം എപ്രകാരമാണ് നാം വിനിയോഗിക്കുന്നത് എന്ന് നാം ഓർത്തുക. ക്രിസ്തീയ പാരമ്പര്യത്തിലെ, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമുക്ക് ഒരു വലിയ അവകാശം നൽകിയിരിക്കുകയാണ്. ഞാനത് മുൻപേ വായിച്ച വാക്യമാണ്. 1 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാകുന്നു. അപ്പോൾ അത്ര അതിശയകരമായ അവകാശമാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. ആയതുകൊണ്ട് ആ അവകാശം പ്രാപിപ്പാൻ തക്കവണ്ണമാണ് നാം എല്ലാവരും എന്ത് ചെയ്യേണ്ടത്? ക്രിസ്തീയമായ ഈ ജന്മാവകാശം വിനിയോഗിക്കേണ്ടത്. അതിനെക്കുറിച്ച് വെളിപാടുകാരൻ 5:10 പറയുന്നത്, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജാവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അപ്പോൾ ദൈവികമായ അനവധിയായ അനുഗ്രഹങ്ങൾ നമുക്ക്, അന്ധകാരം വിളിച്ചവരായ നമുക്ക്, അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരായ നമുക്ക്, ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവുമായ സ്വന്തം ജനവുമായ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ ജന്മാവകാശത്തെ എപ്രകാരമാണ് നാം വിനിയോഗിക്കുന്നത് എന്ന് നാം ചിന്തിക്കുക. ദൈവികമായിട്ട് നാം ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ സമസൃഷ്ടികൾക്ക്, അതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഏതെല്ലാം തരത്തിൽ ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചത് മറ്റുള്ളവർക്ക് ഉപകരിക്കുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ജീവിക്കണം. പ്രത്യേകിച്ച് വീണ്ടും പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, 2 പത്രോസ് 1:4, അവൻ നമുക്ക് വിലയേറിയതും അതിമനോഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുകയാണ്. നാം ജാതികളുടെ ഇടയിൽ മറ്റുള്ള മുമ്പാകെ യേശുവിൻ്റെ ഉത്തമ സാക്ഷികളായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങൾ വിനിയോഗിക്കുക. അതാണ് അങ്ങനെ ചെയ്ത് നന്മ പ്രാപിപ്പാനാണ് ദൈവം നമ്മെ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ക്രിസ്തീയ വിശ്വാസിയായിരിക്കുന്ന എനിക്ക് ദൈവം ഒരു അവകാശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ക്രിസ്തീയ സമൂഹങ്ങളുടെ ഇടയിൽ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. തങ്ങളുടെ ഭവനങ്ങളിൽ ജനിക്കുന്നതായ ആദ്യത്തെ പുത്രൻ പുരോഹിതനായി തീരണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കാണുന്നതല്ല, പഴയ നിയമകാലത്തും അതുപോലെയായിരുന്നു. എന്നാൽ നമുക്ക് അതിനേക്കാൾ ഉപരിയായ ഒരു വിളിയാണ് ദൈവം നൽകിയിരിക്കുന്നത്. എന്താണ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. അപ്പോൾ ഇതൊക്കെയും പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾ അന്ധകാരത്തിൽ വിളിച്ച ഒരു ജാതിയാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു സമൂഹമാണ്. ഈ കാലാന്തത്തിൽ ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് ഒരു വലിയ വേലയുണ്ട്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക.
അപ്പോൾ അതിനുവേണ്ടി അതേ നാം ഒരുക്കമുള്ളവരായിരിക്കണം. എപ്പോഴാണ് കർത്താവ് വരുന്നത് എന്നുള്ള സമയം ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, കാലങ്ങളുടെ സംഭവങ്ങളൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത് കർത്താവ് വരുന്നു. ആയതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ജന്മാവകാശം ലഭിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. ആ ഒരുക്കത്തിൽ അതുപോലെ തന്നെ അവൻ്റെ വിളിച്ചവന് വിളിക്ക് യോഗ്യമായി ജീവിക്കുന്ന ഒരു രാജകീയ പുരോഹിത വർഗമാണ് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന. അതായത് പുരോഹിതന്മാരുടെ ജോലി എന്തായിരുന്നു? മറ്റൊന്നുമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് അവരുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ഉദ്ധരിക്കുക, അവരെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിൽ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണമായുള്ള ഒരു ജനമാക്കി തീർക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കണിശമായിട്ടും നമ്മുടെ അവകാശം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജന്മാവകാശം നല്ലവണ്ണം വിനിയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ, ഏശാവിന് എന്ത് സംഭവിച്ചു? അവൻ തൻ്റെ ജന്മാവകാശം നിരാകരിച്ചു. പ്രത്യേകിച്ച് ഒരു നല്ല ബിരിയാണിക്ക് വേണ്ടി വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നല്ലൊരു പായസത്തിന് വേണ്ടി അത് കൊടുത്തു. അങ്ങനെ കൊടുക്കുവാനല്ല, പിന്നെയോ അത് നല്ലവണ്ണം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, യാഗമായി സമർപ്പിച്ചുകൊണ്ട്, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കുക. അല്ലാതെ ഏശാവിനെ പോലെ അഭക്തനായി തീരുവാൻ വേണ്ടിയല്ല. നമുക്കറിയാം, ഏശാവിൻ്റെ ജീവിത അനുഭവങ്ങൾ ഒരിക്കലും നമുക്കൊരു മാതൃകയല്ല. പിന്നെയോ യാക്കോബിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. എന്നാൽ യാക്കോബ് ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു. അതിൻ്റെ പശ്ചാത്തലം അതിൻ്റെ അനുഭവമാണ് പിന്നീട് താൻ പഠിച്ചത്. എന്നാൽ താൻ ക്രിസ്തീയമായ അനുഗ്രഹം പ്രാപിച്ചു, അല്ലെങ്കിൽ ദൈവികമായ അനുഗ്രഹം പ്രാപിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. പ്രവചന നിവൃത്തികളൊക്കെയും നമ്മെ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. ആയതുകൊണ്ട് വളരെ താഴ്മയോടും എളിമയോടും നല്ലൊരു ജീവിതം, ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കവണ്ണമാണ് ഇന്ന് എന്നോടും നിങ്ങളോടും ദൈവം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ പത്രോസിൻ്റെ ലേഖനം 2 പത്രോസ് 3:11 മുതൽ 14 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതം ഭക്തിയുമുള്ളവരായിരിക്കണം. അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. അതുകൊണ്ട് കർത്താവ് വരുവാൻ താമസിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി നാം ലൗകിക കാര്യങ്ങൾക്ക് മുഴുകി ജീവിക്കാതെ, പിന്നെയോ അവൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കുക, അവൻ്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുക, അതിനുവേണ്ടി മറ്റുള്ളവരെ ഒരുക്കുക. നാം സ്വയമായി ഒരുങ്ങുക മാത്രമല്ല, പിന്നെയോ മറ്റുള്ളവരെ ഒരുക്കുവാൻ വേണ്ടിയുള്ളതായ ഒരു താല്പര്യം കൂടി നമുക്കുണ്ടായിരിക്കണം. അതല്ല എങ്കിൽ നിൻ്റെ ആടുകൾ എവിടെ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മറുപടി ഇല്ലാതായിത്തീരും. ആയതുകൊണ്ട് ദൈവം നമുക്ക് അനവധിയായ നന്മകളുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതൊക്കെയും അനവധിയായ നന്മ പ്രാപിപ്പാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി തീരുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജന്മാവകാശം വിനിയോഗിക്കേണ്ടത്. പ്രിയരെ, നാം തിരുവചനത്തിൽ നിന്നും അനവധിയായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എഫേസ്യ ലേഖനം 4:1 ഞാൻ വായിക്കുന്നത്: കർത്തൃസേവ നിമിത്തം ബദ്ധരായിരിക്കുന്ന ഞാൻ പ്രബോധിക്കുന്ന നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം നടക്കുക. എപ്രകാരമാണ് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമായി നടക്കുന്നു? ആത്മീയമായി സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്ന് സകല സൽപ്രവൃത്തിക്കും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് വിവേകം തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് സമയം തന്നിരിക്കുകയാണ്. ഈ സമയവും അതുപോലെ ദൈവം തന്നിരിക്കുന്ന ഈ കഴിവുകളൊക്കെയും നല്ലവണ്ണം വിനിയോഗിച്ചുകൊണ്ട് അവൻ്റെ രാജ്യസ്ഥാപനത്തിനായിട്ട് നമുക്ക് തന്നിരിക്കുന്നതായ ഈ ബർത്ത് റൈറ്റ്, ജന്മാവകാശം, ക്രിസ്തീയ ജന്മാവകാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ചില പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നാം ഇന്ന് ഈ കാലയളവിലാണ് നാം ജീവിക്കുന്നത്, അന്ത്യകാലത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് വേണമെങ്കിൽ പറയാം, അനവധിയായ അനുഭവങ്ങൾ, ജ്ഞാനങ്ങൾ നമുക്ക് അമിതമായിട്ട് ഇന്ന് നമുക്കുണ്ട്. പ്രവചനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ കാലത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കാനുള്ളതായ ഓരോ കാര്യങ്ങളും നമ്മുടെ മുൻപാകെ നിരത്തി വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ ദാനിയേൽ പ്രവചനത്തിലും വെളിപാട് പുസ്തകത്തിലും കാണുന്നതായ അനവധിയായ കാര്യങ്ങളൊക്കെയും നമ്മുടെ കാലയളവിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആയതുകൊണ്ട് ക്രിസ്തീയ ജന്മ അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ചില കടപ്പാടുകളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നുള്ളത് വളരെ മറ്റുള്ള മുൻപാകെ ക്രിസ്തീയ ഡിഗ്നിറ്റി കാണിക്കുവാൻ തക്കവണ്ണം കടമയുള്ളവരാണ്. അതിനെക്കുറിച്ച് ഇവിടെ
വേദവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ മറ്റുള്ളവർ കാണുമ്പോൾ അത് വളരെ അധികമായിട്ട് ക്രിസ്ത്യാനികൾ വളരെ എല്ലാവരും കാണുന്നുണ്ട് എങ്ങനെയുള്ളൊരു ജീവിതമാണ് നാം നയിക്കുന്നത്. ആയതുപോലെ തന്നെ നമ്മുടെ ഈ കാലത്ത് ജീവിക്കുമ്പോൾ നാം അറിഞ്ഞതായ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, അതായത് അപ്ഹോൾഡിങ് ദ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ദ പ്രസൻറ്റ് ട്രൂത്ത്, അത് നാം ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ഒരു കടപ്പാടാണ്. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ അതേ യേശു ക്രിസ്തുവിൻ്റെ ഉത്തമ സാക്ഷികളായിട്ട് ജീവിക്കണം. അതേ ഉത്തമ സാക്ഷികളായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കണിശമായിട്ടും നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നത് പോലെ ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് ജീവിക്കുന്നതായ ഒരു സാഹചര്യം. പ്രത്യേകിച്ച് നമുക്കറിയാം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി വരുമ്പോൾ, അതായത് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുന്നു, എന്നാൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം ഉടലോടെ, അതായത് അവനോടൊപ്പം എടുക്കപ്പെടുന്നതായ, ട്രാൻസ്ലേറ്റ് ചെയ്യുക, അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ക്രിസ്തീയ ജന്മ ഫലത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, അതായത് നമ്മുടെ അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അത് നമുക്കൊരു അനുഗ്രഹമായിരിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കർത്തൃസേവ നിമിത്തം ബദ്ധരായിരിക്കും നിങ്ങൾ പ്രബോധിക്കും, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമായി ജീവിക്കുക. നമ്മുടെ വിളിച്ച വിളി, അതായത് ക്രിസ്തീയ നമുക്ക് ഉള്ളതായ അനുഗ്രഹങ്ങൾ എത്രമാത്രമാണ്, അതിനനുസരണമായിട്ട് ജീവിക്കാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരാണ്. ആയതുപോലെ തന്നെ വീണ്ടും നാം പഠിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ഈ ജന്മ അവകാശമുള്ളതായ അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിരിക്കുന്നവരായ നാം ഓരോരുത്തരും യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിന് ഉദാഹരണങ്ങളായിരിക്കണം. ഇപ്പോൾ യേശു നമുക്ക് എന്തു നൽകി? ആ യേശുവിന് ഉത്തമ സാക്ഷികളായി ജീവിക്കുമ്പോൾ അതിനെക്കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം വെളിച്ചത്തിൽ, അതായത് അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഈ അറിവുകളൊക്കെയും തിരുവചനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ അറിവുകളൊക്കെയും അതുപോലെ കാണിക്കുവാൻ തക്കണം, അതുപോലെ ജീവിപ്പാൻ തക്കണം ആണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ അനുഗ്രഹപ്രദമായ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. റോമാലേഖനം നമുക്ക് വായിക്കാം. 13-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 14 വരെ. ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിക്കണം അല്ലെങ്കിൽ ഗ്രഹിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതായത് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായാൽ തന്നെ. അതായത് നാം ജീവിച്ചിരിക്കുന്ന സമയം പലരും എന്ത് ചെയ്യണം? ഉറക്കമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമയം അറിയുമോ? പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഉറക്കം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആരും പറയാനൊക്കത്തില്ല. അതുപോലെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. കാരണം ഈ ഉറക്കത്തിൽ നിന്ന് ഉണരാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആയതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അതായത് നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ വളരെ അധികം അടുത്തിരിക്കുകയാണ്. അതായത് ഓരോ ദിവസവും, അതായത് കർത്താവിൻ്റെ വരവിനോട് ഒരു പടി അല്ലെങ്കിൽ ഒരു ദിവസം കൂടി നാം അടുത്തിരിക്കുകയാണ്. ആയതുകൊണ്ട് എന്താണ് നാം ചെയ്യേണ്ടത്? രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതായത് രാത്രിയുടെ അവസ്ഥയിൽ നിന്നും പകലിൻ്റെ അവസ്ഥ, ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് ഒരു പിതാവ് എന്നുള്ള നിലയിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ പ്രയാസമോ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും സംഭവിക്കുന്നത് സന്ധ്യകളാണ്. അതായത് നേരം വെളുക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഉറക്കമില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് അറിയാം, നാഴികമണിയുടെ അതായത് സെക്കൻഡ് ക്ലോക്കിങ്ങിന് ഇങ്ങനെ പോകുമ്പോൾ അത് വളരെയധികമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സമയം പോകുന്നില്ല, സമയം ഒത്തിരി ഉള്ളതായിട്ട് തോന്നും. എന്നാൽ ചില സാഹചര്യത്തിൽ സമയം ഒത്തിരി അല്ലെങ്കിൽ സമയം പോരാ എന്നുള്ള ചിന്താഗതി വരും. എന്നാൽ ഇങ്ങനെ നമ്മൾ ഈ പ്രയാസത്തോടു കൂടിയിരിക്കുന്ന സമയത്ത് സമയം പോകുന്നില്ല. എന്നാൽ രാത്രി എന്തായി? കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. അവിടെ 2 കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒന്ന്, ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ. കാരണം നമുക്കറിയാം സകല കാര്യങ്ങൾ, അതായത് ദുഷ്ടകരമായ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് അന്ധകാരത്തിലാണ്, ഇല്ലെങ്കിൽ ഇരുട്ടിലാണ്. ഇന്നത്തെ കാലത്ത് പകലും പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇരുട്ടിൻ്റെ കാര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. കാരണം
മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പോൾ ഈ കാലത്തിൽ ജീവിച്ചിരിക്കുന്ന നാം, അതായത് ഇരുട്ടിൻ്റെ കാര്യങ്ങളൊക്കെയും വെടിച്ച് കളഞ്ഞിട്ട് പകൽ എന്നതുപോലെ സഞ്ചരിക്കുക, പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കുക. അപ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വസ്തുനിഷ്ഠമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെയും നിരത്തി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യന് എൻ്റെ ജീവിതം കൂടുതലും ചെലവഴിക്കുന്നതിന് വേണ്ടിയാണെന്നറിയാമോ? വെറിക്കൂത്തുകൾ, മദ്യപാനങ്ങൾ, ശയനമോഹങ്ങൾ, ദുഷ്കാമങ്ങൾ, അതുപോലെ പിണക്കം, അസൂയ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ. അതെ, നമുക്കറിയാം വെറിക്കൂത്തുകളെന്ന് പറയുമ്പോൾ മനുഷ്യൻ അവൻ്റെ കിട്ടുന്നതായ ധനം വളരെയധികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുകയാണ്. അതുപോലെ തന്നെ മദ്യപാനം, ഇന്നത്തെ കാലത്ത് മദ്യം ഒരു ചിലവ് അല്ലെങ്കിൽ ചിലവാകുന്നൊരു ചരക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഗവൺമെൻറ്റിനും ആദായം, അതേ പ്രത്യേകിച്ച് വലിയ ഈ ലേലം വിളിച്ച് മദ്യ ഷാപ്പുകളൊക്കെ ഏറ്റെടുക്കുന്നവർക്കും വലിയൊരു ലാഭം. എന്നാൽ സാധാരണക്കാരായ മനുഷ്യർ, പ്രത്യേകിച്ച് പല ഭവനങ്ങളിലും ഇന്ന് പ്രയാസത്തിൽ കഴിയുന്നതിന് ഒരു കാരണം മറ്റൊന്നേ ഉള്ളൂ, അവൻ ലഭിക്കുന്ന അധ്വാനിച്ചു കൊണ്ടിരുന്ന കാശ് മുഴുവൻ കൊണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ചിലവഴിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഭവനം പട്ടിണിയാണ്. ഭാര്യയും മക്കളും അവർ പ്രയാസപ്പെടുകയാണ്. ചിലയിടത്ത് പല ഭവനങ്ങളും അടിയും ബഹളവുമാണ്. രാത്രിയായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അപശബ്ദങ്ങളും കേൾക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ, അതായത് വെറിക്കൂത്ത്, മദ്യപാനങ്ങൾ, പിന്നെ ശയനമോഹങ്ങളിൽ, അതായത് മനുഷ്യൻ വളരെയധികമായ പണം അവൻ്റെ കൈവശമുണ്ട്, അതുകൊണ്ട് പിന്നെ വഴിപിഴച്ചതായ ജീവിതം, അതുപോലെ തന്നെ ദുഷ്കാമങ്ങളിൽ, പിണക്കത്തിൽ, അസൂയ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും ഇന്ന് മനുഷ്യരെ വളരെയധികമായി പിടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെന്നാണ്, അതായത് പിശാചിൻ്റെ പ്രവൃത്തികളാണ്. അപ്പോൾ അവയൊക്കെയും വിട്ടഴിഞ്ഞിട്ട്, അതായത് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുക. നാം എന്താണ് ചെയ്യേണ്ടത്? യേശു ക്രിസ്തുവിനെ ധരിക്കുക. യേശു ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ എന്താണ്? ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും നമ്മളുണ്ടാകുകയില്ല. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പോൾ ക്രിസ്തീയമായ ജന്മാവകാശം ലഭിച്ചതായ ഞാനും നിങ്ങളും എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും മാറി നിന്നിട്ട് നല്ലതായ ഒരു ജീവിതം, അതേ ലൗകികമായ ജീവിതമല്ല, പിന്നെയോ ആത്മീയമായൊരു ജീവിതം അത് നമുക്കുണ്ടാകണം. ആയതുകൊണ്ട് അതേ പ്രത്യേകിച്ച് കാലത്തിൻ്റെ അന്ത്യത്തിൽ ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് അനവധിയായ അല്ലെങ്കിൽ ഒരു ഇരട്ടിയായ സൗഭാഗ്യങ്ങളുണ്ട്, ഇരട്ടിയായ വളരെയധികം നന്മകളുണ്ട്. എന്നാൽ ഇത് പ്രാപിച്ചിട്ട് ദൈവത്തെ മറന്ന് ദൈവികമല്ലാത്തതായ കാര്യങ്ങളും ജീവിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ നിത്യത എവിടെയായിത്തീരും എന്ന് നാം ഒരിക്കൽ കൂടി ചിന്തിക്കുക. കാരണം കാലം ഇനി അധികമില്ല. കർത്താവിൻ്റെ വരവിനോട് നാം കുറേ കൂടി അടുത്തിരിക്കുകയാണ്, ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ്. ആയതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ, ദൈവം നമുക്ക് ജന്മ അവകാശമായിട്ട് വലിയ അവകാശങ്ങൾ, നിത്യരാജ്യം നമുക്കുണ്ട്, ആയതുപോലെ തന്നെ സ്വർഗീയമായ ജീവിതമുണ്ട്, സ്വർഗീയമായ കാര്യങ്ങൾ നമുക്കുണ്ട്. ഇതിനെ കാക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മുടെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കുക. അതായിരിക്കട്ടെ നമ്മുടെ ഈ ക്രിസ്തീയ ജന്മ അവകാശം കൊണ്ട് നാം പ്രാപിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നന്ദി പറയുന്നു. അടിയങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നതായ ഈ വചന ശുശ്രൂഷയ്ക്ക് നന്ദിയോടെ സ്തോത്രം. അതേ, അടിയങ്ങൾക്ക് ദൈവം ഒരു വലിയ ജന്മ അവകാശം നൽകിയിരിക്കുകയാണ്. അത് പ്രാപിച്ചുകൊണ്ട് നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ അടിയങ്ങളുടെ ഈ നന്മകൾ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമേ, വിനിയോഗിപ്പാൻ സഹായിക്കണം. എല്ലാം യേശുവിൽ കൂടി താഴ്മിടുമിനിയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കേവർക്കും നന്ദി പറയുകയാണ്. കണിശമായിട്ടും ഈ സംസാരിച്ചതായ ദൂതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യമോ അതുപോലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള എന്തെങ്കിലും വിഷയമോ ഉണ്ടെങ്കിൽ ഞങ്ങൾ എഴുതിയിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസത്തിൽ കണിശമായിട്ടും ഞങ്ങളുടെ ഹോപ്പ് ചാനൽ ടീമങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെടുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്.